ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നാളെ പൗർണമി ദിനമാണ്. അപ്പോൾ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, നമ്മൾ ചാനൽ തുടങ്ങിയ ഒരു സമയം മുതൽ എല്ലാ പൗർണമി ദിനങ്ങളിലും പൗർണമി റിച്വൽ നടത്താറുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറയുകയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും രണ്ട് പേരുടെയും പേരും നക്ഷത്രവും നിങ്ങൾ കമൻസിൽ എഴുതിയിടുക. ഇനി അഥവാ നിങ്ങൾക്ക് നക്ഷത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിടുക. അപ്പോൾ ഈ ഒരു പൗർണമി റിച്വലിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നാളെ രാത്രി, അതായത് ജൂൺ 22 രാത്രി 11 മണിക്ക് മുൻപായിട്ട് തന്നെ കമൻസിൽ നിങ്ങളുടെ ആ ഒരു പേരും ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ പേരും നക്ഷത്രമോ എഴുതിയിടുക. അതിനുശേഷം വരുന്ന കമൻസ് ഒന്നും നമ്മൾ ഈ ഒരു റിച്വലിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ വാട്സപ്പിനകത്തല്ല. ഇത് പ്രത്യേകം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, പലരും വാട്സപ്പിനകത്ത് വന്ന് പല പൗർണമി റിച്വലിനും എന്നോട് പറയാറുണ്ട് അവരുടെ പേരും ഡീറ്റെയിൽസും ഉൾപ്പെടുത്തണം എന്നുള്ളത്. വാട്സപ്പ് നമ്പർ നമുക്ക് പ്യുവർലി ആ ഒരു പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി മാത്രമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന എൻക്വയറീസിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങളിടുന്ന ഈ ഒരു കമൻസ് തപ്പിയെടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ ഫുള്ള് പൗർണമി റിച്വലിന് വേണ്ടിയിട്ടുള്ള ആളുകളായിരിക്കും, പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളിവിടെ തന്നെ എഴുതിയിടുക. അതുപോലെ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിന് അറിയാമെങ്കിൽ പോലും പുതുതായിട്ട് വന്നവർക്ക് വേണ്ടി പറയാണ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു റിച്വലിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വെറുതെ ഒരു പേരും ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ നക്ഷത്രമോ എഴുതിയിട്ടുകൊണ്ട് മാത്രം കാര്യമായില്ല, നിങ്ങളും കൂടി അതിനു വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അതായത് നാളത്തെ ആ ഒരു ദിവസം നല്ല രീതിയിൽ ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ നേരത്തെ എണീക്കാനും നേരത്തെ കുളിക്കുക. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക. പിന്നെ നമ്മളെ കൊണ്ടാവുന്ന എന്തെങ്കിലും സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി പോരാവുന്നതാണ്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തികളാണ്, ആൾക്കാരോട് തട്ടിക്കയറുന്ന വ്യക്തികളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സംയമനം പാലിക്കുക. നല്ല രീതിയിൽ മനസ്സൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ശ്രമിച്ച് ചെയ്യേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ പലർക്കും അതിനൊന്നും കഴിയാറില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സവിശേഷമായിട്ടുള്ളൊരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളുടെയും ഒരു മനസ്സും ശരീരവും ശുദ്ധമായിട്ടിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ നാളെ ഒരു ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പിരിഞ്ഞു നിൽക്കുകയാണ്, അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് സെപ്പറേറ്റായി നിൽക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ജസ്റ്റിസ് കിട്ടാൻ സമയമായോ, അതിനുള്ളൊരു മുഹൂർത്തം അടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അല്പസമയത്തേക്ക് നിർത്തിവെച്ച് അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത്, ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇന്നോ ഇന്നലെയോ വന്നിട്ടുള്ളൊരു വ്യക്തിയല്ല. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പേഴ്സണെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അത്രത്തോളം സ്വാധീനമുള്ള, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ അകപ്പെട്ട ആ ഒരു സമയത്ത്, അത് ഏത് ടൈപ്പും ആവാം, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയിലായിരിക്കാം. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം വളരെയധികം അത്യാവശ്യമായിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സപ്പോർട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങളെ നമ്മളെന്താ പറയുക, താങ്ങി നിർത്തുക എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണിന് വേണ്ടി തന്നെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാൾ പ്രായക്കൂടുതലുള്ളൊരു വ്യക്തിയായിരിക്കും. ഇനി അഥവാ പ്രായക്കൂടുതലില്ല എങ്കിൽ പോലും നല്ല രീതിയിൽ മെച്യൂരിറ്റി ലെവലുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഒരു പേഴ്സൺ ആയിരിക്കാം കുറച്ചും കൂടി മെച്ചുറായിട്ട് നിൽക്കുന്ന. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെക്കാൾ ഏജ്ഡ് ആണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് കുട്ടിത്തമുള്ള, അല്ലെങ്കിൽ ആ ഒരു ചുറുചുറുക്കെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലുള്ള പേഴ്സൺ നിങ്ങൾ തന്നെയായിരിക്കാം. കമ്പാരിറ്റീവ്ലി ഈ ഒരു പേഴ്സണാണ് ഒരു മെച്യൂരിറ്റി ലെവലോ അല്ലെങ്കിൽ ഏജോ കൂടി നിൽക്കാനുള്ള സാധ്യത. അതുപോലെ നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലൂടെ വളർന്നു വന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്.
അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ലെവൽ വരെ തീർച്ചയായിട്ടും രണ്ടുപേരും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പോന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരാൾ മറ്റൊരാളേക്കാൾ മികച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ താഴ്ന്നു നിൽക്കുകയോ ചെയ്യുന്നില്ല. കാരണം രണ്ടുപേരുടെയും ആവശ്യമായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സഹകരിച്ചാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പോയിട്ടുള്ളത് ഒരു ഘട്ടം വരെ. ഇവിടെ ഒരു ഘട്ടം വരെ എന്ന് പറയാനുള്ള കാരണം തീർച്ചയായിട്ടും ഒരു പീരീഡ് കഴിഞ്ഞ ശേഷം ഈ ഒരു പേഴ്സൻ്റെ പങ്കാളിത്തം റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും നിങ്ങളാണ് പിന്നെ ഇതിനകത്ത് ഫുൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറൻ്റ് ഇപ്പോഴും നിങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു പേഷ്യൻസ് ലെവൽ നല്ലപോലെ അറിഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും ഇത്. മേ ബി നിങ്ങൾ കുറച്ച് ഷോർട്ട് ടെമ്പേർഡൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് സഹിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരുപാട് പേഷ്യൻസ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് കാര്യത്തിനും ആയിക്കോട്ടെ നിങ്ങളുടെ തന്നെ മറ്റൊരു ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു ഇത്. അതായത് നിങ്ങളെക്കൊണ്ട് ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കില്ലാത്ത ഒരു ക്യാരക്ടർ പോലും ഈ ഒരു റിലേഷൻഷിപ്പിന് ശേഷം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം. അതുപോലെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു എനർജി വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ലൈഫിൽ ഇതിന് മുൻപും ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. നിങ്ങളതൊക്കെ ധീരമായിട്ട് തന്നെ നേരിട്ട് പോന്നിട്ടുണ്ടാവാം. എങ്കിലും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സ്വഭാവം ഒരുപാട് മാറിയതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ മാറ്റിയതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ കുറച്ച് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ക്ഷമ എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റോ അല്ലെങ്കിൽ ആ ഒരു സെൽഫ് വാല്യൂ മാറ്റി വെച്ചിട്ട് ഈ ഒരു പേഴ്സണോട് നിങ്ങൾ ചിലപ്പോൾ ബെഗ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടോട്ടൽ ക്യാരക്ടർ, നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ ഒരു വ്യക്തിത്വം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് എന്നുള്ളത് തീർച്ചയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെയായിരുന്നു നിങ്ങളുടെ ലോകം. ആയിരുന്നു എന്നല്ല, ഇപ്പോഴും അവർ തന്നെയാണ് നിങ്ങളുടെ ലോകം. നിങ്ങളുടെ കൂടെ അവരില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു പേഴ്സൺ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും മറ്റൊരാളെ ആ ഒരു സ്ഥാനത്തേക്ക് എൻ്റർ ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല. ഈവൻ നിങ്ങൾക്ക് ഇതിനേക്കാളും പ്രിയപ്പെട്ട വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബന്ധം കൊണ്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളായിരിക്കാം, ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അവരെക്കാളൊക്കെ ഒരു പടി കൂടി മുൻപിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി തന്നെയാണ്. ഇവരെയാണ് നിങ്ങൾ നിങ്ങളുടെ വേൾഡായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ 100% എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്രത്തോളം ഡീപ്ലി നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളൊരു കളങ്കവും കാണിച്ചിട്ടുണ്ടാവില്ല. അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണും ഈ ഒരു റിലേഷൻഷിപ്പിനും വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി ചിലവാക്കിയിട്ടുണ്ടാവാം. നിങ്ങളുടെ എല്ലാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളിവിടെ തിരിച്ച് ആഗ്രഹിച്ചിട്ടുള്ളത് നിങ്ങൾ എന്താണോ കൊടുത്തത് അതെങ്കിലും മിനിമം നിങ്ങൾക്ക് റിട്ടേൺ കിട്ടണം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഒരു താല്പര്യം. ഇവിടെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ജസ്റ്റിസ് തന്നെയാണ്. നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹവും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോട് ഉണ്ടായിരുന്ന ആ ഒരു ആഭിമുഖ്യവും സത്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടണം. യൂണിവേഴ്സായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നീതി മേടിച്ച് തരണമെന്ന് നിങ്ങൾ വളരെ കഠിനമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ശഠിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന് നീതി ലഭിക്കണം എന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു പേഴ്സണിൽ നിന്ന് എന്തോ ഒരു കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ക്ലാരിഫിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഒരു മിസ്റ്ററി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ വാസ്തവവും അറിയണം എന്നുള്ളത് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ്, ആ ഒരു സെൽഫ് വാല്യൂ വരെ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ ഒരു കറൻറ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സണെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഫോളോ ചെയ്യുന്നില്ല ഇൻ ദ സെൻസ് മനസ്സുകൊണ്ട് ഇവരെ ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല, ഫിസിക്കലി നിങ്ങൾ ഈ ഒരു പേഴ്സണോട് വലിയ അടുപ്പം കാണിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ നിങ്ങളോടുമായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ലാതിരിക്കുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളും സൈലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സണായിട്ട് ഇങ്ങോട്ട് വരട്ടെ, ഞാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പുറകെ നടന്നിട്ടുണ്ടാവും, ക്ലാരിഫിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ടാവും, സത്യാവസ്ഥ അറിയാൻ പോയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അത് ക്ലിയർ ആക്കാനൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നിങ്ങളിതെല്ലാം നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പ്യുവർലി മാറിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വഴി നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത്
അത് തിരിച്ചു പിടിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരായിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ വന്ന് തുറന്ന് പറയട്ടെ. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് 100% കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്ന് തന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവരായിട്ട് നിങ്ങളെ വന്ന് കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരായിട്ട് നിങ്ങളിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം. അതിനായിട്ടായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതെല്ലാം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇവരിലേക്ക് പോവുക, അല്ലെങ്കിൽ ഫിസിക്കലി ഇവരെ ചേസ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഓക്കെ ആണെന്ന് ഈ ഒരു പേഴ്സൺ കരുതിക്കോട്ടെ, നിങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല, നിങ്ങൾ ഹാപ്പിയാണെന്ന് അവർ വിചാരിച്ചോട്ടെ എന്നുള്ളത് തന്നെയായിരിക്കാം നിങ്ങളുടെ ആ ഒരു എയിം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സോഷ്യൽ മീഡിയാസിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ സ്റ്റേറ്റസ് ഇടുന്നുണ്ടാവാം, അല്ലെങ്കിൽ പിക്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയാസിൽ ചെയ്യുമ്പോൾ അതെല്ലാം വാച്ച് ചെയ്തിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അതൊക്കെ ഇപ്പോൾ നിർത്തിയിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറിയിരിക്കുന്നു എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാൻ, പ്രത്യേകിച്ച് ഈ ഒരു പേഴ്സൻ്റെ മുൻപിൽ കാണിക്കാനായിട്ട് നിങ്ങളിപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി ഇത്രയും വിശദമായിട്ട് പറഞ്ഞതിൻ്റെ ഒരു കാരണം, തീർച്ചയായിട്ടും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സംഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കേൾക്കുമ്പോൾ നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇങ്ങനെയാണോ സംഭവിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്രയും ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ എനർജി ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എത്രത്തോളം കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എന്താണോ ഇവരിൽ നിന്ന് ആഗ്രഹിച്ചത് ആ ഒരു ക്ലാരിറ്റിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്തോ കാര്യം ഓപ്പൺ അപ്പ് ആക്കാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് പറയുന്നതിനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിയിട്ടില്ല. പക്ഷേ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കും അതുപോലെ നിങ്ങളിലേക്കും വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മുഴുവൻ സത്യങ്ങളായിക്കോട്ടെ, ഇനി എന്തെങ്കിലും മിസ്റ്ററീസ് ആണെങ്കിൽ ആയിക്കോട്ടെ, അത് മുഴുവൻ പറയാനുള്ള ഒരവസ്ഥയിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിപ്പോൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് മാനിപ്പുലേറ്റീവായിട്ട് ചിലപ്പോൾ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് അവർക്കെല്ലാം നിങ്ങളെ കൺവിൻസ് ചെയ്ത് പറയാൻ, അല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും തുറന്ന് പറയാനുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലല്ല ആ ഒരു പേഴ്സൺ ഉള്ളത്. അതുപോലെ തന്നെ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷന് കാരണം എന്ന് പറയുന്നതും തേർഡ് പാർട്ടി തന്നെയായിരിക്കാം. അത് വ്യക്തിയോ സിറ്റുവേഷനോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ എന്തുമാവാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതായിട്ടായിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരവരുടെ കാര്യം മാത്രം നോക്കിയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവുക. ഇപ്പോൾ കറൻറ്റ്ലി നമ്മൾ അവരുടെ ഒരു ഫീലിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ സോൾമേറ്റ് ആയിട്ട് തന്നെ കാണുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് പാർട്ട്ണറിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അത്രത്തോളം ഇൻറ്റിമസി അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് ഫീലിംഗ് അവർക്ക് നിങ്ങളോട് ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ മുഴുവനായിട്ട് നിങ്ങളോട് ചില സത്യങ്ങൾ തുറന്ന് പറയാൻ അല്ലെങ്കിൽ ചില പരിമിതികൾ അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് നല്ല ടേംസിൽ ഇരിക്കുന്ന ഒരു സമയത്ത് പോലും ചിലപ്പോൾ രഹസ്യങ്ങളെല്ലാം അത്രത്തോളം തുറന്ന് പറയുന്ന ഒരാളായിരിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ മൈൻഡ് എന്താണ് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു തരം പ്രകൃതമായിരിക്കാം. അതായത് ചില വ്യക്തികളുണ്ട്, അവരുടെ ഉള്ളിലുള്ള ചില രഹസ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തുറന്ന് പറയില്ല, അവരത് ഉള്ളിൽ തന്നെ വെക്കുന്നവരായിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി കാണുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ അവർ അത്രത്തോളം ഓപ്പൺ ആവാത്ത തന്നെ ഒരു പ്രകൃതമായിരിക്കാം നേരത്തെ മുതലേ. അപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് ചില പരിമിതികളുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു പേഴ്സണ് ഇപ്പോഴും ഉള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളോടുള്ള ഒരു ഭയം കൊണ്ടായിരിക്കാം. കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഇവർ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടുള്ള ഒരു പേഴ്സൺ തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഭാവമാറ്റം, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെയുള്ളത് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു തിരിച്ചുവരവ് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. ഈ ഒരു സ്പ്രെഡിൽ അപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് വ്യക്തികളുടെയും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് തന്നെയാണത്. രണ്ടുപേരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും നിയോഗങ്ങൾ രണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാറേണ്ടത് വെവ്വേറെ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്.
അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിലും റിലേഷൻഷിപ്പിലും അത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രത്തോളം ഇതിനകത്ത് അഡിക്റ്റഡ് ആയിട്ടിരുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കുറച്ചൊക്കെ മാറി വരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങൾക്കൊരു സെൽഫ് വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സണും ആ ഒരു ചേഞ്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പൂർണ്ണമായിട്ടും അവർ മാറി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പൂർണ്ണമായിട്ട് അവർ മാറണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനൊരു എന്താ പറയുക, ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു 100/100 നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ തയ്യാറാവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്രത്തോളം ക്ലീൻ ആയിട്ട് വേണം ഇവർ നിങ്ങളിലേക്ക് വരാൻ. നമ്മളെങ്ങനെയാണോ ഒരു സ്ലേറ്റ് മുഴുവൻ തുടച്ച് വൃത്തിയാക്കിയിരിക്കുന്നത് ആ ഒരു രീതിയിലേക്കുള്ള മൈൻഡിൽ വേണം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട്. അപ്പോൾ അതിനായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു റീയൂണിയൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ആ ഒരു വീല് കാണുന്നത് പോലെ തന്നെ നിങ്ങളിതിൻ്റെ ഒരു ബോട്ടമാണ് നിൽക്കുന്നതെങ്കിൽ നാളെ അതിൻ്റെ ഒരു ടോപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് ഇനി ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു റീയൂണിയനിലേക്കുള്ള ദൂരം വളരെ കുറച്ച് മാത്രമാണ്. നിങ്ങളുടെ എനർജി ഓൾറെഡി ചേഞ്ചായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾ നേടിയിട്ടുണ്ടാവാം. ചിലവരെ സംബന്ധിച്ച് ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് ആയിരിക്കാം നിങ്ങൾ നേടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു പരിധിവരെ നിങ്ങൾ അച്ചീവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ചിലവർ ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഊഴമാണ്, അവരാണ് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ നിങ്ങൾക്കും ഒരു റീയൂണിയൻ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അത് സാധാരണ പോലത്തെ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ഒരു പേഴ്സൺ വരുന്ന തരത്തിലുള്ളതായിരിക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള മുൻപോട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു പേഴ്സണും ഒരുമിച്ച് ആഗ്രഹിക്കുന്നത്, ആ ഒരു തരത്തിലായിരിക്കാം ആ ഒരു പേഴ്സൺ ചേഞ്ചായി വരുന്നത്. അതായത് ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത്, എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത്, അതാണ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. ആ ഒരു വിഷയമാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട പോലും ആവശ്യമില്ല. നിങ്ങൾ എന്താണോ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു രീതിയിലേക്ക് തന്നെ നിങ്ങൾക്ക് പോകാം. അവർ നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ പുറകെ വന്നോളും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സഹനശക്തി, ഈ ഒരു പേഴ്സണോടും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനോടുമുള്ള നിങ്ങളുടെ ആ ഒരു സ്നേഹം, ഇതിനെല്ലാമുള്ള ആ ഒരു റിവാർഡ് നിങ്ങൾക്ക് വൈകാതെ തന്നെ കിട്ടും എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയില്ലേ, ആ അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന് പറയുന്നത് പോലെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് അത് കൊണ്ടുവന്ന് തരും. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി വിഷമിക്കുകയും നിങ്ങളുടെ ആ ഒരു എനർജി പോവുകയും അതുപോലെ തന്നെ നിങ്ങൾ അതിൽ നിന്ന് വീണ്ടും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചിലപ്പോൾ ഉയർന്നു വരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ളവരുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കുള്ള ആ ഒരു അംഗീകാരം യൂണിവേഴ്സായിട്ട് തന്നെ കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് വരും. തീർച്ചയായിട്ടും ആ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് തന്നെയാണ് എന്നാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്തു നോക്കാം, നിങ്ങളുടെ എനർജിയുമായിട്ട് എത്രത്തോളം ഇത് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്നറിയുന്നതിനായിട്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ അത്തം നക്ഷത്രമാണ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്, ലെറ്റർ സി, ജാനുവരി മന്ത്, വിശാഖം നക്ഷത്രം, ആലപ്പുഴ, കൊല്ലം, പാലക്കാട്, നമ്പർ 6, നമ്പർ 11, അശ്വതി നക്ഷത്രം, ജെമിനൈ സോഡിയക് സൈൻ, ഏപ്രിൽ മന്ത്, ഇടുക്കി ഡിസ്ട്രിക്റ്റ്, ഏരീസ് സോഡിയക് സൈൻ, ലെറ്റർ എച്ച്, ലെറ്റർ ജെ, നമ്പർ 2, നമ്പർ 26, ലെറ്റർ ഇ, ലെറ്റർ ആർ, ഡിസംബർ മന്ത്, ലെറ്റർ എ, ലിബ്ര സോഡിയക് സൈൻ, വയനാട്, ലെറ്റർ എഫ്, നമ്പർ 16, ലെറ്റർ ടി, പൂരുട്ടാതി നക്ഷത്രം, ആൻഡ് ലാസ്റ്റ് ലെറ്റർ എക്സ്.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക, കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഒരു നല്ല അല്ലെങ്കിൽ ആ ഒരു സുദൃഢമായിട്ടുള്ള ഒരു റീയൂണിയൻ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു റീയൂണിയൻ അടുത്ത് വന്നതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ടാവാം. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് സാധിക്കുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെങ്കിൽ തീർത്തും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു റീയൂണിയൻ നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ക്ലെയിം ചെയ്യാവുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പൗർണമി റിച്വലിൻ്റെ കാര്യം പറഞ്ഞത് മറക്കണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിച്വലിൽ പങ്കാളികളാവുന്നതിനായിട്ട് നിങ്ങളുടെ 2 പേരുടെയും പേരും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രമോ എഴുതി അയയ്ക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.